ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുക പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന വലിയൊരു തീരുമാനമാണ് നമ്മുടെ ശരീരത്തെ ഒരു ആരാധനയാക്കി മാറ്റാനുള്ള തീരുമാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള തീരുമാനം. നമുക്ക് ഈ ശരീരം തന്നത് ആരാണ്? ദൈവമാണ്. ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, പീഡകളുണ്ട്. നമ്മൾ വിശ്വസിക്കണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിൽ സർവശക്തനായ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്ന കാലഘട്ടമാണ് ഈ നോമ്പിന്റെ അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടങ്ങൾ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള വലിയൊരു തീരുമാനം. ഈ ശരീരം തന്ന ദൈവമാണ്, വിശ്വസിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. യെസ്, ഒരു ത്യാഗം എടുത്തങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചോ. എന്നിട്ട് കണ്ണടച്ച് വിശ്വസിക്കണം, ഈ ശരീരം തന്ന ദൈവമാണ്. ദൈവമാണ് ഈ ശരീരം തന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ പറയണം, ഈ ശരീരത്തിൽ ഇനിമേൽ സാത്താൻ അവകാശമില്ല. ഈ ശരീരം എൻ്റെ യേശുവിൻ്റെ സ്വന്തമാണ്. 1 കൊരിന്തോസ് 6:19-20 തിരുവചനം. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സമയമാണ്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഈ സമയത്ത് വിശ്വസിക്കണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, ആ രോഗം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് മനസ്സിൽ കാണണം. നിന്റെ ശരീരത്തിൽ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഏതൊക്കെ രോഗങ്ങളുണ്ട്, ആ രോഗങ്ങൾ ഇതാ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുന്നു. മനസ്സിൽ അങ്ങനെ തന്നെ കാണണം. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശിരസ് സംബന്ധമായ രോഗങ്ങളുള്ളവർ യേശുവിൻ്റെ ശിരസിനോട് ചേർത്ത് വെക്കട്ടെ. മുൾക്കിരീടം ധരിക്കപ്പെട്ട യേശുവിൻ്റെ ശിരസിനോട് നിന്റെ ശിരസിലെ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ശരീരത്തിലെ പ്രത്യേകിച്ച് ശിരസ് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ ശിരസിനോട് ചേർത്ത് വെക്കുക. തലവേദന, മൈഗ്രെയിൻ രോഗപീഠകൾ, തലയ്ക്ക് ഭാരം, തലയ്ക്ക് ഭയങ്കര തരത്തിലുള്ള അസ്വസ്ഥത, ഓർമ്മക്കുറവ്, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ, ഏതെങ്കിലും വീഴ്ചയുടെ ഫലമായിട്ടൊക്കെ വന്നിട്ടുള്ള രോഗങ്ങൾ, തലമുടി കൊഴിച്ചൽ, അങ്ങനെ ഏത് രോഗങ്ങളും അത് യേശുവിൻ്റെ മുഖത്തോട് ചേർത്ത് വെക്കുക. നിന്റെ മുഖഭാവങ്ങൾ സമർപ്പിക്കുക. നിന്റെ കണ്ണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ കണ്ണിനോട് ചേർത്ത് വെക്കുക. നിന്റെ മൂക്ക്, നാസാരന്ധ്രം, ചുണ്ട്, പല്ല്, നാവ് യേശുവിൻ്റെ മുഖത്തോട്, യേശുവിൻ്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്നു. യേശുവേ, എൻ്റെ ശിരസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെവി, കേൾവി സംബന്ധമായ രോഗങ്ങൾ, കഴുത്ത്, സ്വരസംബന്ധമായ രോഗങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ, യേശുവിൻ്റെ രണ്ട് കരങ്ങളും കുരിശോട് ചേർത്ത് ആണികളാൽ അടിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവെ, എൻ്റെ ഈ രണ്ട് കരങ്ങളും ആ കുരിശോട് ചേർത്ത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുരിശോട് ചേർത്ത് എൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ വിലാപ്പുറത്തേക്ക് ചേർത്ത് വെക്കുന്നു. നിന്റെ ഹൃദയ സംബന്ധമായ എല്ലാ അസ്വസ്ഥതയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ സമർപ്പിക്കുക. കിഡ്നി, ലിവർ ഫങ്ഷൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദഹനേന്ദ്രിയം, നിന്റെ ഉദരം യേശുവിൻ്റെ ഹൃദയത്തോട്, യേശുവിൻ്റെ ഉദരത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എൻ്റെ ശരീരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ, നടക്കാനോ നിൽക്കാനോ പറ്റാത്ത വണ്ണമുള്ള വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നടുവ് വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലൈംഗിക സംബന്ധമായ രോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻസ്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വ്യത്യസ്ത അലർജി രോഗങ്ങൾ, പീരിയഡ് സംബന്ധമായ സ്ത്രീജന്യ രോഗങ്ങൾ, നിന്റെ രണ്ട് കാല്, കാലിന്റെ മുട്ട്, മുട്ടിന്റെ വേദന, രണ്ട് കാൽപാദങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഈ ശരീരത്തെ നിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് ഒരു ആരാധനയായി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, ജഡത്തിന്റെ മേൽ അധികാരമുള്ളവനെ ഇതാ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു.
ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ആത്മാവിനാൽ നിഹനിച്ചവനെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള പാപബന്ധനം നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ യേശുവിന്റെ കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തങ്ങൾ, മദ്യപാനത്തിന്റെ അടിമത്തം, ലഹരിയുടെ അടിമത്തം, ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിന്മയുടെ പ്രവർത്തന ശൈലികൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള അടിമത്ത പീഡകളുണ്ടെങ്കിൽ, ജഡിക പാപങ്ങളുടെ കെട്ടുകൾ ഉണ്ടെങ്കിൽ, കർത്താവേ, ഈ ശരീരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ശരീരത്തോട് ചേർത്ത് വെക്കുന്നു. ജഡിക പാപങ്ങളുടെ പീഡകൾ, സ്വയംഭോഗത്തിന്റെ, സ്വവർഗഭോഗത്തിന്റെ, വ്യഭിചാരത്തിന്റെ ദുർഭൂതം ശരീരത്തെ പീഡിപ്പിക്കുന്നെങ്കിൽ ആ ശരീരത്തെ യേശുവിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓരോ വ്യക്തിയും വിശ്വസിക്കുക. ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ പരിശുദ്ധാത്മാവ് നിഹനിച്ച് നിനക്ക് ആത്മീയ ശക്തി നൽകാൻ ദൈവം ഉയർത്തുന്ന കാലഘട്ടം നീ വിശ്വസിക്കുക. ഞാൻ എടുക്കുന്ന നോമ്പും ഉപവാസവും എല്ലാം എന്റെ ആത്മീയ ബലം എനിക്ക് കിട്ടട്ടെ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറയട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചൊരിയും. നീ വിശ്വസിക്കുക. ഈ ശരീരത്തിന്റെ മേൽ, ഈ ശരീരത്തിന്റെ മേൽ വലിയൊരു അഭിഷേക അധികാരം കർത്താവ് ചൊരിയട്ടെ. നിന്റെ ശരീരത്തിന്റെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, കണ്ണുനീരോടെ വിളിക്കുന്നു. ഈശോയെ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. The mighty power, the mighty power. എന്റെ ശരീരത്തെ ഞാൻ ഒരു ആരാധനയാക്കി മാറ്റുന്നു. വിശ്വസിക്കുന്നവര് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് അഭിഷേകം, ഒരു കാറ്റടിക്കുന്ന അഭിഷേകം, തീ കത്തുന്ന അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കുന്നു. വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. The mighty power. Yes. റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീമാവായി വാ, ആമേൻ. റൂഹായേ വെൺപ്രാവായി വാ, റൂഹാ എന്നിൽ നീ നിറവായി വിളിച്ചേ റൂഹാ. സ്വരമുയർത്തി റൂഹാ. ഓ ഹോളി സ്പിരിറ്റ്. ആമേൻ. ഓ ദൈവമേ, ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. റൂഹാ. ഓ പവർ. റൂഹാ. റൂഹാ. എല്ലാ ദൈവജനവും ഈ ശരീരത്തിൽ ഒരു അഭിഷേകം പ്രാപിച്ചേ. ഒരനെ നല്ല കൈയടി അഭിഷേകം. ഈ ശരീരത്തെ തോൽപ്പിക്കാനുള്ള കൃപ വേണം നമുക്ക്. ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ തോൽപ്പിക്കാനുള്ള കൃപ വേണം. ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ തോൽപ്പിക്കാൻ, ആത്മീയമായി ജ്വലിക്കാനുള്ള കൃപ കർത്താവിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന സമയത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് അത് വെളിപ്പെടുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരൊറ്റ വിളി. Mighty power സംഭവിക്കട്ടെ. Yes, mighty power. ആരാധന കർത്താവേ, കൈകൾ അടിച്ച് എല്ലാവരും ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പഠിക്കേ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ആമേൻ, ആമേൻ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. സംഭവിക്കട്ടെ. പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ആമേൻ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. സംഭവിക്കട്ടെ. പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകൾ, മുട്ടുകളെല്ലാം ശക്തിഭാവിക്കുന്നു. വരണ്ടു വറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിക്കുന്നതായി എന്നകതാരിൽ പുതുജീവൻ തരും ദൈവ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഓ റൂഹായേ തീമാവായി വാ,
റൂഹ റൂഹ വിളിച്ചേ വിളിച്ചേ റൂഹ. യെസ്, കാറ്റടിക്കട്ടെ. ആമേൻ. രണ്ടു കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. Mighty power, the mighty anointing, ദൈവമക്കളിലേക്ക് വെളിപ്പെടുന്നു. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടുന്നു. കെട്ടുകൾ അഴിയപ്പെടുന്നു. ദൈവശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നു. ആരാധന 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 ആരാധന. Mighty power, the mighty power. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി നിന്നിലേക്ക് വെളിപ്പെടുന്നു. അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കൈയടിച്ചു പാടിക്കേ, കൈയടിച്ചു പാടിക്കേ. നീ കൈയടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നിന്റെ ശരീരത്തിലേക്ക് കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി മകനെ ഓർത്തിട്ട് ഉറക്കം കിട്ടാത്ത അമ്മയെ കർത്താവ് നല്ല ഉറക്കവും ആശ്വാസവും മകന്റെ മേലൊരു അഭിഷേകവും നൽകി അനുഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന അമ്മേ, കൈയടിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ കൃപ ഒഴുകുന്നു. ഒരു ജപ്തി നോട്ടീസ് ഒരു വീട്ടിൽ വന്നതിന്റെ പേരില് ആ കുടുംബം അനുഭവിക്കുന്ന വലിയൊരു ഞെരുക്കം, സാമ്പത്തിക ഞെരുക്കം, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങൾ വിശ്വസിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കൂ. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ആശ്വാസദായകനേ, ആമേൻ. ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ. ആത്മാവേ, യെസ്, the power. ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ. ആത്മാവേ, നിറഞ്ഞിടുക, എന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. കൈകൾ ഉയർത്തി, നിറഞ്ഞിടുക, കൈകൾ അടിച്ച്, കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എന്നിൽ ഹൃദയത്തിൽ വന്നിടുക. സംഭവിക്കട്ടെ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഈശോയെ. ശക്തി വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അനേകരിലേക്ക് വെളിപ്പെടുന്ന ശക്തി നിന്റെ കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയുന്നു. ഭാരപ്പെടേണ്ട കർത്താവ് നിന്നെ നയിക്കുന്നു. ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ആത്മാവ് അനേകരെ ചേർത്ത് പിടിക്കുന്നു. അനേകരുടെ ഉള്ളിൽ അഭിഷേകം വെളിപ്പെടുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആരാധന 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ ശക്തി വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് ഇടപെടുന്നു. ഓ ദൈവത്തിന്റെ ചൈതന്യമേ, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നതിന് നന്ദി. ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങളിൽ ഇത് സംഭവിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ലംബ റിയ റൂഹ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് അനേകർക്ക് കൃപ നൽകുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഭാഷാവരത്തിന് കൃപ ലഭിക്കുന്നവന് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. വിഷമിക്കണ്ട എന്ന് കർത്താവ് പറയുന്നു. കർത്താവ് കൂടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചോ. കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ദൈവശക്തി നിന്റെ മേൽ ഒഴുകുന്നു. ദൈവശക്തി നിന്റെ മേൽ ഒഴുകുന്നു. കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ.
നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ ശക്തിയാണ് ഒഴുകുന്നത്. വിശ്വസിച്ചോണം, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. അപസ്മാര രോഗപീഠയുള്ള, ഫിക്സ് രോഗപീഠയുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് സമ്പൂർണ്ണമായിട്ട് ഈ ശുശ്രൂഷ സമയത്ത് സൗഖ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്രകാരം ഏതെങ്കിലും ഒരു പെൺകുട്ടി ഈ ശുശ്രൂഷയിൽ ഓൺലൈനിൽ ഓഫ്ലൈനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് നൗ യു ക്ലെയിം ആൻഡ് യു ബിലീവ്. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റെടുത്ത് അപ്രകാരം ഏതെങ്കിലും രോഗപീഠയുള്ള പെൺകുട്ടികൾ നെറ്റിയിൽ കുരിശ് വരച്ച് ഏറ്റെടുക്കുക. ക്ലെയിം യുവർ സെൽഫ് റൈറ്റ് നൗ. ഈശോ നിന്നെ സുഖപ്പെടുത്തുന്നു. കർത്താവിന്റെ ശക്തിയാണ് നിന്നിൽ വെളിപ്പെടുന്ന. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ദേ ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു അമ്മ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ തന്നത് എന്തിനെന്നറിയോ? ഉദരഫലം തമ്പുരാന്റെ സമ്മാനാണ്. ഈ സമ്മാനം ഇത് നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് ഇടവരുത്തില്ലെന്ന് വിശ്വസിച്ചോ. പ്രിയപ്പെട്ട മകളെ, ഈ കുഞ്ഞിനെ തന്ന ദൈവമാണെന്ന്. ദൈവമാണ് കയ്യിൽ തന്നിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവജനത്തിന്റെ മുമ്പിൽ ഒരു സാക്ഷ്യമാകാൻ കർത്താവ് തന്ന കുഞ്ഞാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. മകളുടെ വിവാഹം അത് തടസ്സപ്പെട്ടു. അതിന്റെ പേരിൽ നാണക്കേടും മാനക്കേടും. ഒരു കുടുംബം ഇവിടെ വന്ന് കരയുന്നുണ്ട്. വിഷമിക്കേണ്ട. ഈ നാണക്കേട് കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും. വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി പേരെ. ഒരിടവകയിലുണ്ടായ ഒരു സംഭവത്തെ തുടർന്ന് വീടിനുള്ളിൽ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയോട് കർത്താവ് പറയുന്നു, ഇടവകയിൽ വളരെ ആക്റ്റീവായിരുന്ന ഒരു സ്ത്രീയാണ്, ഇപ്പൊ വീടിന് അടച്ച മുറിയിൽ ഇരിക്കുന്നു, പുറത്തിറങ്ങാൻ മേല. ചെയ്തതെല്ലാം വെറുതെയായി പോയോ? ഇത്രയും നാൾ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എന്ന പോലെ എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് എനിക്ക് കിട്ടിയത് ഈ അപമാനവും നാണക്കേടും ഇല്ലാ കഥകളുമാണല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കരുത്. കർത്താവ് സഹോദരിയെ ശക്തമായി ഉയർത്തുന്നു. എവിടെയാണോ അപമാനിക്കപ്പെട്ടത് അവിടെ ദൈവം ഉയർത്തും. കർത്താവ് നൽകുന്നൊരു വാഗ്ദാനമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇത് സഹോദരിൽ സംഭവിക്കും. ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരുടെ ശിരസിന് മുകളിൽ ശക്തമായ പ്രകാശം വെളിപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം എന്തെന്നറിയോ? കർത്താവിന്റെ കൃപ ഓരോ വ്യക്തിയുടെ കൂടെയുണ്ടെന്നുള്ളതാ. യെസ്, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ കൃപ കൂടെയുണ്ട്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന മകനെ, കുറെ നാളായില്ല ഇങ്ങനെ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കുന്നു. കർത്താവ് പറയുന്നു, നീ വീടിന് പുറത്തിറങ്ങണം. ഇങ്ങനെ വീട്ടിൽ അടച്ചു പൂട്ടിയിരുന്നാ പോരാ. നീ എത്ര നാളിങ്ങനെ ഇരിക്കും? വിചാരിച്ച പല കാര്യങ്ങളും നടന്നില്ല എന്നും കരുതി നീ ഇങ്ങനെ ഇരുന്നാ പോരാ. നീ വീടിന് പുറത്തിറങ്ങണം, മനുഷ്യരോട് സംസാരിക്കണം. നിനക്ക് ജോലി കർത്താവ് ഒരുക്കുന്നു. നീ അത് വിശ്വസിക്കണം. നിന്റെ ജീവിതം അടച്ചിട്ട മുറിയിൽ തളയ്ക്കപ്പെട്ടതല്ല, മറിച്ച് നിവർന്ന് ആകാശം നോക്കി നടക്കാൻ ദൈവം നിന്നെ വിളിച്ചിട്ടുള്ള വിളിയാ. നീ അതുകൊണ്ട് ഭാരപ്പെടണ്ട. വിശ്വസിച്ച് കർത്താവ് നൽകുന്ന ദൗത്യം ഏറ്റെടുക്കണം. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ വിവാഹ കാര്യങ്ങളൊക്കെ കർത്താവ് നടത്തും. നീ എന്ത് ചെയ്യണം? നീ തല ഉയർത്തി വീടിന് പുറത്തിറങ്ങണമെന്ന്. ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചില പ്രചോദനങ്ങൾ നൽകുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കാൻ ആ മകനോട് കർത്താവ് പറയുന്നു. അബ്രാഹാം ഇതാ കൂടാരത്തിനുള്ളിൽ തല താഴ്ത്തിയിരുന്ന അവസ്ഥ. അവനെ പുറത്തു കൊണ്ടുവന്ന് ദൈവം പറഞ്ഞു, ആകാശത്തിലേക്ക് നോക്കൂ, ആകാശത്തിലേക്ക് നോക്കൂ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, മണൽത്തരി പോലെ നിനക്ക് സന്താനങ്ങൾ നൽകും. നീ ഇങ്ങനെ കൂടാരത്തിന്റെ അകത്ത് അടച്ചിരുന്ന പോരെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. കരങ്ങൾ കൂപ്പിക്കേ. കർത്താവേ, എൻ്റെ ഈ നാളുകൾ ഞാൻ എടുക്കുന്ന ത്യാഗപ്രവൃത്തി എൻ്റെ കുടുംബത്തിന് അത്ഭുതത്തിൻ്റെതാണ്. എൻ്റെ കൊച്ചു ത്യാഗം, പക്ഷേ അതിന് വിലയുള്ളതാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക. യെസ്, ഈ കാലഘട്ടത്തിൽ ഞാൻ എടുക്കുന്ന ഓരോ ത്യാഗപ്രവൃത്തിയും അതെൻ്റെ കുടുംബത്തിന് അനുഗ്രഹത്തിൻ്റെതാണ്. ഈ നോമ്പ് കാലഘട്ടം ഇത് ആർജവത്തിൻ്റെ കാലഘട്ടമാണ്. ഞാൻ പുറകോട്ട് പോകില്ല. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു.